ഹായ് ചക്കരകളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുന്നു വിചാരിക്കണം. നമ്മളും സുഖമായിട്ട് ഇരിക്കുന്നു കേട്ടോ. പതിവ് പോലെ നമ്മൾ ഇന്ന് 4 മണിക്ക് എണീറ്റിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വിളക്ക് വെക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 4:45 ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മൾ വിളക്ക് വെക്കുന്ന കാര്യങ്ങളെല്ലാം തീർത്ത് അതിനുശേഷം നമ്മൾ 5 മണിക്ക് അടുക്കളയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ വന്നതിന് ശേഷം നമ്മൾ ചോറിനുള്ള വെള്ളം വെക്കുകയാണ്. അപ്പോൾ ഇത് നേരത്തെ എണീക്കുന്നത് കൊണ്ട് തന്നെ സാധാരണ ചെയ്യുമ്പോൾ 5 മണിക്കാണ് കേട്ടോ നമ്മൾ ചോറിനുള്ള വെള്ളം വെക്കാറുള്ളത്. അതിനുശേഷം ജനലൊക്കെ ഒന്ന് തുറന്നിട്ടു. ഈ സമയത്ത് നമ്മുടെ റൗലിക്കുട്ടി ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഞാൻ വാതിൽ തുറക്കുന്ന സമയത്ത് ആദ്യമായിട്ട് കയറി വരുന്നത് ഇവർ രണ്ടാളും ആയിരിക്കും കേട്ടോ നമ്മുടെ ഉള്ളിലേക്ക്. അപ്പോൾ വെയിറ്റ് ചെയ്ത് നിൽക്കും. നമ്മൾ ലൈറ്റ് കത്തിച്ചിട്ട് വാതിൽ എപ്പോഴാണ് തുറക്കണേ പറഞ്ഞ് കാത്ത് നിൽക്കണ്ട. നമ്മുടെ റൗലി പൈക്കോ ചില സമയം നേരത്തെ ഉണ്ടാകും, ഇല്ലെങ്കിൽ മെല്ലെ വരാറുള്ളൂ കേട്ടോ. അങ്ങനെ റൗലി താടുന്ന ഒരേ കരച്ചിലാണ്. ഇനി അവൾക്ക് പാല് കൊടുക്കണം, നമുക്ക് ചായ വെക്കണം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അങ്ങനെ ചായയെല്ലാം വെച്ചതിന് ശേഷം നമ്മൾ റൗലിക്ക് പാലൊക്കെ കൊടുത്തു. പിന്നെ നമ്മൾ ചായയൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നന്നായി തന്നെ ഒന്ന് ആറ്റിയെടുക്കുന്നുണ്ട്. അങ്ങനെ ചായയെല്ലാം ആട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കുഴപ്പമില്ല, അപ്പോൾ അത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണം എന്നുണ്ട്, അതുപോലെ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള വീഡിയോ കാണേണ്ടത് പറഞ്ഞാൽ അതൊക്കെ നിങ്ങൾക്ക് കമൻറ്റായിട്ട് ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ ചായയെല്ലാം ആറ്റിയെടുത്തിട്ടുണ്ട്. അതിന് ശേഷം പിന്നെ നമ്മൾ നേരത്തെ എണീറ്റ കാരണം തന്നെ വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ ഏട്ടൻ വരുന്ന സമയത്ത് ഒരു നാടൻ കടയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ നമ്മുടെ ഉണ്ണിയപ്പം. അപ്പോൾ അത് ഇന്നലെ കൊണ്ടുവന്നപ്പോൾ നല്ല ചൂടായിരുന്നു. അപ്പോൾ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതും ഒരെണ്ണം പറയുമ്പോൾ അതിൻ്റെ പകുതി കഴിച്ച് ഇത്തിരി ചായയും കുടിച്ചു കേട്ടോ. അതിന് ശേഷം വന്ന് പിന്നെ നമ്മൾ ജനലെല്ലാം തുറന്നിട്ടുണ്ട്. നേരെ നല്ലോണം വെളുത്ത് വരുന്നേ ഉള്ളൂ കേട്ടോ, ചെറുതായിട്ട് വെളുത്ത് വരുന്നതേ ഉള്ളൂ. അപ്പോഴേക്കും തന്നെ നമ്മൾ ഈ വക കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നമ്മൾ പിന്നെ വന്നിട്ട് സാമ്പ്രാണി ഒന്ന് പുകയ്ക്കുന്നുണ്ട് കേട്ടോ. വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ നമ്മൾ ഏത് ദിവസവും സാമ്പ്രാണി കാണിച്ചില്ല എങ്കിലും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പ്രത്യേകം സാമ്പ്രാണി കാണിക്കാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ മിക്കവാറും എനിക്ക് പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം കനലുണ്ടാക്കുന്നത് എനിക്കൊരു പ്രശ്നമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ നമ്മൾ സ്റ്റൗവിൽ തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൽ തന്നെ ഉണ്ടാക്കാൻ പഠിച്ചപ്പോൾ അതൊരു ബുദ്ധിമുട്ടല്ല കേട്ടോ. അപ്പോൾ അത് ഇനിയൊരു ദിവസം വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ, അതെങ്ങനെ നമ്മൾ ഇതുപോലെ കനലുണ്ടാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് രാവിലെ നേരത്തെ ഇതുപോലെ സാമ്പ്രാണി കാണിക്കാനും ഒക്കെ ഒരു സൗകര്യമാകുമല്ലോ. പിന്നെ നമ്മൾ എല്ലാവരുടെയും നമ്മൾ സാമ്പ്രാണിയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ സാമ്പ്രാണി റൂമിലെ എല്ലാ ഭാഗത്തും നമ്മൾ കാണിക്കണം. നമ്മുടെ നെഗറ്റീവ് എനർജിയൊക്കെ പോലും നല്ല പോസിറ്റീവായിരിക്കാൻ അതും നല്ലൊരു കാരണമാണ് കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ നമ്മുടെ ബീൻസ് അല്ല നമ്മുടെ അവരക്ക കേട്ടോ, നാടൻ അവരക്ക വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കട്ട് ചെയ്തിട്ട് നമ്മൾ എണ്ണ ഒഴിച്ച് കടുക് വറുത്ത് ഉള്ളി ചേർത്ത് അതിലേക്ക് നമ്മുടെ അവരൊക്കെ ചേർത്ത് മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് അതൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതൊന്ന് വെന്ത് വന്നപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ ചേർത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കൂട്ടാൻ വെക്കാൻ പോകുന്ന സമയത്ത് കറണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുക്കറിൽ നമ്മുടെ റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുത്ത് സ്പൈസസ് എല്ലാം ചേർത്ത് അതെല്ലാം ഒന്ന് പൊട്ടി മൂത്ത് വന്നപ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി അരച്ചതല്ല കേട്ടോ, നമ്മൾ അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൂടെ ചേർത്ത് 2 വലിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞത് 2 പച്ചമുളകും കൂടെ ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ചെറുതായിട്ടൊന്ന് വഴണ്ടി വന്നതിലേക്ക് ഞാനൊരു 3 തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല പഴുത്ത 3 തക്കാളിയാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. തക്കാളിയും കൂടെ ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊരുവിധം മിക്സായി വന്നപ്പോൾ നമ്മളിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ ഗരം മസാല ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് സാധാരണ ചെയ്യുമ്പോൾ ഒരുപാട് വഴണ്ടി വരേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് കുരുമുളക്, 1 കഷ്ണം പട്ട, 2 ഗ്രാമ്പു, 2 ഏലക്ക ചേർത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് തേങ്ങ, കുറച്ച് നമ്മുടെ അണ്ടിപ്പരിപ്പ്, പിന്നെ കുറച്ച് നമ്മൾ ചട്നിക്ക് അരയ്ക്കുന്ന പൊരികടല കേട്ടോ, അതുകൂടെ ചേർത്ത് വെള്ളം ഒഴിച്ച് നല്ലപോലെ അരച്ചെടുക്കുന്നുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ മസാലയുടെ പച്ചമണമെല്ലാം മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചുകൊണ്ട് വന്നിട്ട് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരപ്പ് ചേർത്ത് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിലേക്ക്
കടലപ്പരിപ്പല്ല, നമ്മളിതിലേക്ക് കാഷ്യൂനട്ടും അതുപോലെ പൊരികടലയൊക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് തണുത്ത് വരുമ്പോൾ നന്നായി കിണുത്ത് വരും. അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് പുതിന ഇല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പുതിന ഇല കൂടെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മുടെ കറി കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് അടച്ച് വെച്ച് 2 വിസിൽ അടുപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് വെക്കുന്നത് നമ്മുടെ തക്കാളി കൊണ്ടുള്ള കുറുമയാണ് കേട്ടോ വെക്കുന്നത്. 2 വിസിൽ അടിച്ചാൽ മതി, കറക്റ്റായി തന്നെ നമ്മുടെ കൂട്ടാൻ റെഡിയായി വരും കേട്ടോ. അപ്പോൾ ഞാനത് അടച്ച് വെച്ച് അതവിടെ വേവാൻ വിട്ടിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം വന്നിട്ട് നമ്മുടെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വെളിയിലെ അടുക്കള ഒക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ ഒന്നും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്കിപ്പോൾ നേരത്തെ എണീക്കുന്നത് കൊണ്ട് തന്നെ സമയം ഒരുപാട് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പണികൾ പെട്ടെന്ന് നമുക്ക് തീർക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരുവിധം നേരത്തെ എണീക്കുകയാണെങ്കിൽ നമ്മുടെ ജോലികൾ നമുക്ക് കറക്റ്റായി തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. പതിവ് പോലെ തന്നെ ഇന്ന് 4 മണിക്ക് എണീറ്റിട്ടുണ്ടായിരുന്നു. പക്ഷേ 4 മണിക്ക് എണീറ്റാലും ഉഷാറുണ്ടായിരുന്നില്ല കേട്ടോ. എന്താ പറയുക, രാവിലെ എണീക്കുമ്പോൾ തന്നെ നല്ല തലവേദന ഉണ്ടായിരുന്നു. ആദ്യമൊക്കെ നമ്മൾ കുളി കഴിഞ്ഞ് തലയിൽ തോർത്ത് കെട്ടി കുറേ നേരം വെച്ചതിന് ശേഷമാണല്ലോ നമ്മൾ അത് എന്താ പറയുക എടുക്കാറുള്ളത്. ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ തലയിൽ തോർത്തെടുക്കുന്നത് കാരണം കൊണ്ട് തന്നെ തലയിൽ വെള്ളം നിന്നിട്ടാണോ എന്നറിയില്ല, നേരം വെളുത്ത് എണീറ്റ സമയത്തിന് നല്ല തലവേദന ആയിരുന്നു കേട്ടോ. തലവേദന കൊണ്ട് തീരെ വയ്യായിരുന്നു. പക്ഷേ നമ്മൾ കാര്യങ്ങൾ ചെയ്യാണ്ടിരുന്നാൽ നടക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും വേഗം നമ്മുടെ പണികളൊക്കെ തീർത്തിട്ട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം വന്നിട്ട് നമ്മൾ കുക്കർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ കറി ഇരിക്കാറുള്ളത്. ഇനി നമുക്കിത് തിളപ്പിക്കുകയോ താളിക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിത്തല ചേർത്ത് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കുറുമയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. നെയ്യ് ചപ്പാത്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അത് ഞാൻ ആ സൈഡ് പരത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നെയ്യൊക്കെ ആവശ്യത്തിന് ചേർത്ത് നമ്മളത് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന നെയ്യ് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ചപ്പാത്തി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ കുറുമയിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ കോഴിമുട്ടയൊക്കെ ചേർത്തിട്ട് കഴിക്കാം കേട്ടോ. ഞാനിപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് അതൊന്നും ചേർത്തിട്ടില്ല. അങ്ങനെ നമ്മുടെ ചപ്പാത്തിയും റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ അവിടെ ഒക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. എന്താ പറയുക, നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കൗണ്ടർ ടോപ്പ് ആകെ പൊടിയായിരിക്കും. പക്ഷെ നമ്മൾ പേപ്പർ വിരിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിലും കുറേശ്ശൊക്കെ എന്തായാലും നമുക്ക് പൊടി ഉണ്ടാകും കേട്ടോ. ഈ പേപ്പറൊക്കെ വിരിച്ചിട്ട് നമ്മൾ കട്ടിങ്ങുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണേ ഏറെക്കുറെയൊക്കെ നമ്മുടെ അടുക്കള നമുക്ക് വൃത്തിയാക്കിയിരിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതിന് ശേഷം ഞാൻ നമ്മുടെ കുക്കറിൽ നിന്ന് കറിയൊക്കെ ഒന്ന് ഒഴിച്ച് മാറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മുടെ കുക്കറിൽ നമ്മൾ ചപ്പാത്തിയൊക്കെ ഒന്ന് പിച്ചിയിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ നമ്മൾ കറി വെച്ച പാത്രത്തിൽ ചോറ്, ചപ്പാത്തി, എന്താ പലഹാരം എന്താ ഉള്ളത് പറഞ്ഞാൽ അത് ഇതിലൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അല്ലേ. അപ്പോൾ നല്ല ചൂടായിരുന്നു കേട്ടോ നമ്മുടെ ചപ്പാത്തി. നമ്മളിപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഒന്ന് പിച്ചിയിട്ടപ്പോൾ കൈയൊക്കെ നല്ലപോലെ ചുട്ടു കേട്ടോ. പിന്നെ ഞാൻ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അക്ഷയ്ക്ക് കൊടുത്തു. പിന്നെ ഞാൻ കഴിച്ചു, ഗുരുവായൂർ പിന്നെ നമ്മുടെ അശ്വിന് കൊടുത്തു. അങ്ങനെ ഇതിന്ന് കഴിക്കുക പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര താല്പര്യം, ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞാൻ അതെല്ലാം കൊണ്ടുപോയിട്ട് കഴുകാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതിന് ശേഷം നമ്മുടെ അടുപ്പൊക്കെ നമ്മളൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏതൊരു കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോഴാണ് കേട്ടോ നമുക്ക് കൂടുതലായിട്ട് ആ കാര്യം ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാകാറുള്ളത്. ഇപ്പോൾ എനിക്കിപ്പോൾ ഇഷ്ടം പറഞ്ഞാൽ നേരത്തെ എണീറ്റ് വിളക്ക് വെക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഇഷ്ടം കൂടുതലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമേ നമുക്കത് ഇഷ്ടമാണ്. ആദ്യമേ ഞാൻ എപ്പോഴും കുളി കഴിഞ്ഞ് വന്നതിന് ശേഷം വിളക്ക് വെച്ചിട്ട് അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളൂ, ചായ കുടിക്കൽ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പോൾ അതൊരു ശീലം തന്നെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ നേരത്തിന് വ്യത്യാസം വന്നതുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾക്കും കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്ത് കാര്യം നമ്മൾ ഇഷ്ടത്തോടെ ചെയ്യുകയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് അധികം എന്താ പറയുക പ്രയാസമില്ലാണ്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ എന്താ പറയുക പറ്റുന്നുണ്ട്. അത് എല്ലാവർക്കും അങ്ങനെ ആയിന്ന് വരില്ല കേട്ടോ. ചിലവർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ടാകും. കുറച്ച് ദിവസം നമ്മളത് ചെയ്യുമ്പോൾ ഏതൊരു കാര്യം, ഇപ്പം നിങ്ങൾ നേരത്തെ എണീച്ച് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കണം എന്ന് ഞാൻ ആരും നിർബന്ധിക്കുകയല്ല, ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അത് ഓരോ ആൾക്കാരുടെ താല്പര്യമാണല്ലോ. ചിലവർക്ക് അതായിരിക്കും താല്പര്യം, ചിലവർക്ക് വേറെ ഏതെങ്കിലുമായിരിക്കും താല്പര്യം. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ള കാര്യങ്ങൾ ചെയ്യുക കേട്ടോ. നമ്മൾ പറഞ്ഞ വീട്ടമ്മമാർ, വീട്ടിലിരിക്കുന്ന ആൾക്കാരാണ്, നമുക്ക് നമ്മുടേതായ കാര്യം ഇത് തന്നെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് സന്തോഷത്തോടെ ചെയ്യാൻ മാത്രമേ എനിക്ക് അറിയുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് വേറെ എക്സ്ട്രാ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്കില്ല. എനിക്ക് ഈ കുക്കിങ്ങും വീട് നോക്കലും ക്ലീനിങ്ങും മക്കളുടെ കാര്യം നോക്കൽ ഹസ്ബൻഡിൻ്റെ കാര്യം നോക്കൽ
അത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് ഒന്നുകൂടെ സന്തോഷത്തോടു കൂടി ചെയ്യാൻ ഞാനിപ്പോൾ ഒന്നുകൂടെ നേരത്തെ എണീക്കുന്നത് കാരണം എനിക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഏത് കാര്യമായാലും വേണ്ടില്ല, അത് നമ്മൾ ഇഷ്ടത്തോടെ ചെയ്യാൻ തന്നെ തീരുമാനിക്കണം കേട്ടോ. അപ്പോൾ ഇഷ്ടമില്ലാണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തീരും കേട്ടോ. അങ്ങനെ അതിന് ശേഷം പിന്നെ ഞങ്ങളൊക്കെ എല്ലാവരും ഭക്ഷണം കഴിച്ചു കേട്ടോ. എന്താ പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള ടൈമും അതുപോലെ കുറച്ച് റെസ്റ്റ് എടുക്കാനുള്ള ടൈമും എല്ലാം കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുംതോറും നമുക്ക് അതിൻ്റേതായ വ്യത്യാസങ്ങളും ചേഞ്ചസുകളും എല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും കേട്ടോ. അപ്പോൾ അതിനെല്ലാം നമുക്കൊരു സമയം ഉണ്ടാകും. ചിലപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ നേരത്തെ വന്നു എന്ന് വരാം, ചിലപ്പോൾ അത് താമസിച്ചു എന്ന് വരാം. അപ്പോൾ അത് വരുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ രീതിക്ക് കറക്റ്റായിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പെരുമാറും കേട്ടോ. അപ്പോൾ ഞാൻ അക്ഷയ പോയതിന് ശേഷം ഏട്ടൻ മേലെയാണ് കേട്ടോ ഭക്ഷണം കഴിച്ച്. എനിക്ക് തലവേദന ആയതുകൊണ്ട് തന്നെ ഞാൻ വേഗം മരുന്ന് കഴിക്കണം പറഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചു. പിന്നെ നമ്മുടെ അശ്വിൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അശ്വിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചപ്പാത്തി മതി പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ വട വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, പറയാൻ വിട്ടുപോയതാണ്. ഏട്ടൻ കടയിൽ പോയിട്ട് വരുമ്പോൾ വട വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ദൈവത്തിന് പ്രസാദമായി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ പഴവും ആപ്പിളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അതാണ് കേട്ടോ നമ്മൾ ദൈവത്തിന് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചോറിന് നമ്മൾ പിന്നെ പ്രത്യേകിച്ച് കറികളൊന്നും വെച്ചിട്ടില്ല, ഉപ്പേരി മോര് തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ അതിന് ശേഷം അശ്വിൻ പോയി. പിന്നെ നമ്മളെല്ലാവരും തുടച്ച് വൃത്തിയാക്കുകയാണ്. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.